വിമർശനങ്ങൾ ഒഴിവാക്കി നമുക്ക് ജീവിക്കാനാവില്ല. വിമർശനത്തോടെ നമ്മെ വിലയിരുത്തുന്ന 1000 കണ്ണുകളുടെ മുൻപിലാണല്ലോ എപ്പോഴും നമ്മുടെ ജീവിതം. അതിനാൽ ക്രിയാത്മകമായ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും നമ്മെ മനസ്സിലാക്കാതെയുള്ളവയെ അഗണ്യമാക്കാനും ഉള്ള വിവേകം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ആദ്യത്തേത് സമ്മാനിക്കുന്ന ശുദ്ധീകരണം നമുക്ക് നഷ്ടമാകും. രണ്ടാമത്തേത് നമ്മെ തളർത്തി നിഷ്ക്രിയരാക്കുകയും ചെയ്യും. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത സ്വന്തം ശരികളെ അന്ധമായി നീതിവത്കരിക്കാനുള്ള നിർബന്ധങ്ങളിൽ നിന്നും ഉളവാകുന്നതാണ്. വിമർശനത്തെ ഭീഷണിയായി കാണാനും വിമർശകരെ ശത്രുക്കളായി മുദ്രകുത്താനും അത് കാരണമായി തീരുന്നു. നാം തെറ്റുകൾക്ക് അതീതരല്ല എന്ന ബോധവും തിരുത്തലുകൾ നമ്മെ ചെറുതാക്കുന്നില്ല എന്ന ആത്മവിശ്വാസവും നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യം. ദൈവമേ, വിമർശനങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു വീണ്ടെടുപ്പുണ്ടാകണമേ. ആമേൻ. സ്നേഹത്തോടെ, ജോളിയച്ചൻ.